93-ഉം 72-ഉം തമ്മിലുള്ള വ്യത്യാസം 21 ആണെന്ന് ആർക്കാണ് അറിയാത്തത്? രണ്ടും ഒന്നാണെന്ന് പറയുന്നത് ആരാണ്? അന്വേഷിക്കുന്നു കേരള സമിതി. ഇവര് മൂന്നാള് ഒന്നാണെന്ന് പറഞ്ഞല്ലോ. അങ്ങനെയാണെങ്കിൽ കോഴിക്കോട് കോർപ്പറേഷനിൽ BJPക്ക് എങ്ങനെ 7 സീറ്റ് കിട്ടി? ആരെ സീറ്റായിരുന്നു അതൊക്കെ? കോൺഗ്രസുകളായിട്ട് ധാരണ ഉണ്ടാക്കിയല്ലേ? KCF കച്ചവടം ചെയ്തല്ലേ? അല്ല എങ്ങനെ എന്താ പറയാനുണ്ടായില്ലേ? അല്ല നിങ്ങൾ ഇവരൊക്കെ ഒന്നാന്ന് പറഞ്ഞ കേരളത്തില് ഭാരതീയ ജനതാ പാർട്ടി മുന്നേറുന്ന സമയത്തൊക്കെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ സ്വാഭാവികമായിട്ടും ഉണ്ടാവാറുണ്ട്. ആരാണ് കച്ചവടം നടത്തുന്നതെന്നും ആരാണ് ഒന്നിച്ച് പ്രവർത്തിക്കുന്നതെന്നുള്ളത് പശ്ചിമ ബംഗാൾ ഉദാഹരണമാണ്. ആരാണ് കച്ചവടം നടത്തിയെന്ന് രാമപിള്ളന്റെ പുസ്തകം എടുത്ത് വായിച്ചു നോക്കിയാൽ മതി. ആരാണ് നടത്തിയെന്ന് രാമപിള്ളന്റെ പുസ്തകം എടുത്ത് വായിച്ചു നോക്കിയ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഇപ്പൊ പറഞ്ഞ കണക്കനുസരിച്ച് BJP മാത്രം തയ്യാറായാലും കച്ചവടം നടക്കൂലല്ലോ. എല്ലാവരും BJP ഇല്ലാണ്ടാക്കാൻ വേണ്ടി നടക്കല്ലേ? നിങ്ങൾ പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത്? എല്ലാവരും BJP ഇല്ലാണ്ടാക്കാൻ വേണ്ടി നടക്കുമ്പോൾ ഞങ്ങളല്ല പറഞ്ഞത്, PS ശ്രീധരൻപിള്ളയാണ് പറഞ്ഞത് എനിക്ക് കച്ചവടം നടക്കില്ല എന്ന്. ശ്രീധരൻപിള്ള സാർ അങ്ങനെ ഉത്തരവാദിത്തപ്പെട്ട പാർട്ടിയുടെ ചുമതലപ്പെട്ട ആളാണ് ശ്രീധരൻപിള്ള സാർ അങ്ങനെ പറഞ്ഞതായിട്ട് എനിക്കറിയില്ല. സമ്മേളനം ഞാൻ കേട്ടിട്ടുണ്ട് പറയുന്നത്. ഇനി വോട്ട് കച്ചവടമില്ല കേരളത്തിൽ പറഞ്ഞില്ലേ? നിങ്ങൾ മാധ്യമങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, പറഞ്ഞിട്ടില്ലേ? മാധ്യമത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയാണ് ഇവരെയൊക്കെ മുഖ്യ ശത്രു. ആ സമയത്ത് ഇത്രയും ബാലിശമായിട്ടുള്ള ആരോപണങ്ങളുമായിട്ട് മുന്നോട്ട് പോയാൽ BJPയെ കുറിച്ച് ജനങ്ങളുടെ ഇടയിൽ തെറ്റിദ്ധാരണ വരുത്താന്നുള്ള വിചാരിക്കേണ്ട. പ്രത്യേകിച്ച് ഇപ്പൊ കേരളത്തിൽ ഒരേ സമയത്താണ് ഇലക്ഷൻ വരുന്നത്. പശ്ചിമ ബംഗാളിലും കേരളത്തിലും. ബംഗാളിൽ എല്ലാവരും കൂടെ ഒരുമിച്ച് CPM-ഉം കോൺഗ്രസും എല്ലാവരും ഒരുമിച്ച് വോട്ട് തേടാൻ വേണ്ടി പോകുന്ന കാഴ്ച നമ്മൾ കാണുകയാണ്. ആ സമയത്തും കേരളത്തിലെ ജനങ്ങളെ മണ്ടന്മാരാക്കാനുള്ള സംവിധാനം അത് കേരളത്തിലെ ജനങ്ങൾ വിലയിരുത്തിക്കൊള്ളും. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ നമുക്ക് സംസാരിക്കാമെന്നാണ് എനിക്ക് അതിനെക്കുറിച്ച് പറയാം. ഇതേ ധാരണ ഇന്ത്യ മുഴുവൻ ഉണ്ടായതാ. കോൺഗ്രസ് ഒരു ഭാഗത്തും CPM-ഉം BJP-യും ഉൾപ്പെടെയുള്ള ആളുകൾ ജനതാ പരിവാറും ഒരു ഭാഗത്തുമാ. അല്ല നിജേഷ്, ഇതൊക്കെ പറയുമ്പോഴും രാഹുൽ കൊണ്ടുവന്ന ആ വലിയ തെരഞ്ഞെടുപ്പ് സംഘടന രീതി പൊളിഞ്ഞ് പാളീഷായി കീറിപ്പോയ ഒരു കാലമുണ്ട് എന്നൊരു വിശ്വാസം എനിക്കില്ല. എവിടെ പോയി രാഹുലിന്റെ ബ്രിഗേഡ്? രാഹുൽ തെരഞ്ഞെടുപ്പ് ആ കാലഘട്ടത്തിൽ വളർന്നു വന്ന ആളുകൾ ഇന്നും നേതൃനിരയിലുണ്ട്. ഒരു കാലഘട്ടത്തിൽ കോൺഗ്രസിൽ തെരഞ്ഞെടുപ്പ് നടക്കാത്ത ഒരു കാലഘട്ടത്തിലാണ് തെരഞ്ഞെടുപ്പ് വന്നത്. ഞാൻ തീർത്തു പറയട്ടെ, കുറെ കാലത്തിന് ശേഷം കടന്നു വന്ന KSUവിന്റെ പ്രസിഡന്റാണ് വിഷ്ണു. അതൊരു സാധാരണ കുടുംബത്തിലാണ്. അദ്ദേഹത്തിന് 2 ടേം MLA ആയി. അതിനുശേഷം കടന്നു വന്ന ജോയ് നിലമ്പൂരിൽ ഒരു സാധാരണ കുടുംബത്തിലാണ്. ഷാഫി പട്ടാമ്പിയിൽ ഒരു ഇടതുപക്ഷ CPM കുടുംബത്തിൽ കടന്നു വന്ന ആളാണ്. അവർക്കൊക്കെ ഇതിൽ അവസരം കിട്ടിയത് ഈ ഒരു ബ്രിഗേഡിൽ. നേരത്തെ നിങ്ങൾ പലവട്ടം ആവർത്തിച്ച പ്രിയപ്പെട്ട ശ്രീ ലിജു മാത്യുവും ഒക്കെ കടന്നു വന്നത് ഈ തരത്തിൽ തന്നെയാണ്. ഒരിക്കലും ഒന്നും തെറ്റല്ല. ചില തെറ്റുകൾ വന്നാൽ, ചില പ്രയാസങ്ങൾ വന്നാൽ തിരുത്തുന്നത് ജനാധിപത്യത്തിൽ വലിയ തെറ്റാണെന്നുള്ള വിശ്വാസമൊന്നും എനിക്കില്ല. തെറ്റുണ്ടെങ്കിൽ തിരുത്തിക്കൊണ്ട് പോകാൻ, അതാണ് കോൺഗ്രസിൽ ആർക്കും അഭിപ്രായം പറയാം. ആ വിശ്വാസത്തിലാണ് ഞാൻ അടക്കമുള്ള. അങ്ങനെയാണെങ്കിൽ VM സുധീരൻ പറഞ്ഞതിന്റെ ലോജിക്ക് എന്താണ്? VM സുധീരൻ പറഞ്ഞതിന്റെ ലോജിക്ക് എന്താണ്? VM സുധീരൻ കൃത്യമായി കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനോടാണ് പറഞ്ഞത് 2 തവണ തെരഞ്ഞെടുപ്പിൽ പാർട്ടി മാറ്റി. സ്വന്തം പാർട്ടിയിൽ അത് ബാധകം, അല്ലെങ്കിൽ പിന്നെ അങ്ങനെ പ്രതിപക്ഷത്ത് ബാധകമോ? ഒരിക്കലും അദ്ദേഹം, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ സുധീരൻ റിട്ടയർമെന്റ് എന്ന് പറഞ്ഞിട്ടില്ല. സുധീരൻ പറഞ്ഞത്, TN പ്രതാപൻ പറഞ്ഞത്, പ്രിയപ്പെട്ട VS നിങ്ങൾക്ക് മാതൃകയാക്കിക്കൂടെ സ്വന്തം മണ്ഡലത്തിലേക്ക് പോകാൻ കഴിയാത്ത 2 ഉമ്മൻചാണ്ടി മാതൃകയാക്കണ്ട, KM മാണി മാതൃകയാക്കണ്ട, ജോസഫ് മാതൃകയാക്കണ്ട, VS മാതൃകയാക്കണമെന്നുള്ള തലനരയ്ക്കാത്തതല്ല എന്റെ യൗവനമെന്ന് വാർദ്ധക്യമെന്ന് പറഞ്ഞത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയോട് VS പറഞ്ഞിട്ടുള്ളതാണ്. ഒരു സംശയവും വേണ്ട, അതിൽ നിന്ന് ഒരു വലിയ മാറ്റവും. പുതുപ്പള്ളിയിൽ തോറ്റ ഉമ്മൻചാണ്ടിയെ ഞങ്ങൾ എറണാകുളത്ത് മത്സരിപ്പിച്ചിരുന്നെങ്കിൽ നിങ്ങൾ പറയുന്നത് ശരിയാണ്. മാരാരിക്കുളത്ത് തോറ്റ VS-നെ സുരക്ഷിതമായ മലമ്പുഴയിൽ നിർത്തി പാർട്ടിയുടെ കേഡർ വോട്ട് കൊണ്ട് വിജയിപ്പിക്കുന്നതാണ് ജനാധിപത്യം എന്ന് പറയുന്നതിലാണ് എനിക്ക് അഭിപ്രായ വ്യത്യാസമുള്ളത്. പ്രേക്ഷകർ ചോദിക്കേണ്ട ഒരു സംശയമാണ്. എന്റെ സംശയം, ഒരു നേതാവിന്റെ ആത്മവിശ്വാസം എന്ന് പറയുന്നത് സ്വന്തം തട്ടകത്തിൽ നിന്ന് ഏത് തട്ടകത്തിലും പോയി മത്സരിക്കുന്ന സുധീരന്റെ ശൈലിയല്ലേ? ആ അർത്ഥത്തിൽ അത് എന്തുകൊണ്ടാണ് ഉമ്മൻചാണ്ടിക്ക് ഇല്ലാതെ പോകുന്നത് എന്നാണ് ചോദ്യം. AK ആന്റണിക്ക് അതുണ്ടായിരുന്നു. AK ആന്റണി കേരളത്തിൽ നിന്ന് സംസ്ഥാന നിയമസഭയിൽ നിന്ന് രാജിവെച്ചപ്പോൾ AK ആന്റണിക്ക് കൃത്യമായി അറിയാമായിരുന്നു കേന്ദ്ര സ്ഥാനത്ത് തനിക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്ന പൊസിഷൻ എന്താണെന്നും ഉന്നതങ്ങളിലേക്ക് കയറി പോകാൻ രാജി സ്വീകരിക്കുന്ന AK ആന്റണിയും രാജിവെക്കാതെ സ്വന്തം മണ്ഡലത്തിന് പുറത്തേക്ക് പോകാതിരിക്കുന്ന ഉമ്മൻചാണ്ടിയും തമ്മിൽ ആത്മവിശ്വാസത്തിന്റെ കാര്യത്തിൽ ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ട്. 1% പോലും ആത്മവിശ്വാസത്തിന്റെ പ്രശ്നം ഉദിക്കുന്നില്ല. മാറേണ്ട സാഹചര്യം, അന്നടി വന്ന ഓരോ ഘട്ടത്തിലും സാഹചര്യങ്ങളാണ്. തിരൂരങ്ങാടിയിലായാലും ചേർത്തലയിലായാലും രാഷ്ട്രീയ സാഹചര്യങ്ങളാണ്. പറഞ്ഞോ. സുധീരന്റെ സ്വന്തം പാർട്ടിയിലെ ആളുകളെ നിയന്ത്രിക്കാൻ കഴിയാതെ ഈ പുറത്തുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ നിയന്ത്രിക്കാൻ ഒരു അർഹതയില്ലാത്ത നേതാവാണ് അയാള്. സ്വന്തം പാർട്ടിയിലെ ആളുകളെ നിയന്ത്രിച്ചുകൊണ്ട് വേണം മറ്റു പാർട്ടികളെ വിമർശിക്കാൻ. അത് TN പ്രതാപനും ബാധകമാണ്,
വി എം സുധീരനും ബാധകം. കണ്ണിലെ കോലെടുത്തിട്ട് പോലെ കരടെടുക്കുന്നതെന്നാണ് ചോദ്യം. നിയന്ത്രിക്കലും രാഷ്ട്രീയ കാര്യങ്ങളിൽ അഭിപ്രായം പറയലും രണ്ടാണ്. ടി.എൻ. പ്രതാപൻ അങ്ങനാണെങ്കിൽ നിങ്ങൾ വി എസിന്റെ വരവിനെ ഭയക്കുന്നു. അതിൽ നിന്നുണ്ടായ പരിഭ്രമമാണ് വി എസിന്റെ വരവിനെ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും ഞങ്ങൾ ഭയക്കാത്ത ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ വി എസിനെ ഭയക്കുന്ന ആളുകളുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. യഥാർത്ഥത്തിൽ വി എസ് അച്യുതാനന്ദൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് പറഞ്ഞത് കൊല്ലത്ത് തീരുമാനമായില്ല എന്ന്. വി എസിന്റെ വരവിനെ പേടിക്കുന്നത് പാർട്ടിക്ക് അകത്തുള്ളവരാണ്. അതിന്റെ വെട്ടിനിരത്തിലാണ് രാജീവ് അടക്കമുള്ള ആളുകൾ, നേരത്തെ പറഞ്ഞ ശ്രീ ഗുരുദാസൻ അടക്കമുള്ള ആളുകൾ വരുന്നതിനെയാണ്, വി എസിന്റെ ഒപ്പമുണ്ടാകുന്ന ബ്രിഗേഡ് വളരുന്നതിനെ പേടി ഞങ്ങൾക്കല്ല, പാർട്ടിക്ക് അകത്താണ്. അല്ല, അങ്ങനെ ഉണ്ടായിട്ടുള്ള ഒരു തീരുമാനമൊന്നല്ല ഇത്. അങ്ങനെയാണെങ്കിൽ ഒരിക്കലും മത്സരിക്കാൻ ആഗ്രഹിക്കാത്ത രീതിയിലുള്ള അവസ്ഥ നിലനിൽക്കെ വി എസിന് സ്ഥാനാർത്ഥിയാക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. സ്ഥാനാർത്ഥിയാക്കണമെന്ന് തീരുമാനിച്ചത് കേരളത്തിലെ പാർട്ടിയിൽ ഉണ്ടായിട്ടുള്ള ഒരു ഒത്തൊരുമയും കൂട്ടായ്മയും അതിന്റെ ഒരുമിച്ചുള്ള മുന്നേറ്റമായിട്ട് ഈ തെരഞ്ഞെടുപ്പിനെ മാറ്റണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. പക്ഷെ അതിന് ബാക്കി വേരുകളൊക്കെ വെട്ടി, മരം മാത്രം നിൽക്കുക, വേരുകളൊക്കെ പോയി. അത് സ്വാഭാവികമായി ഒടുവിൽ ഈ തെരഞ്ഞെടുക്കപ്പെട്ട പാർട്ടിക്കകത്ത് നിലവിൽ അങ്ങനെയുള്ള ഒരു വി എസ് പിണറായി പക്ഷം എന്നുള്ള വേർതിരിവില്ലാത്തടത്തോളം കാലം എങ്ങനെയാണ് നമ്മൾ ഒരാൾ ആ രീതിയിൽ ആദ്യമായി കൂട്ടായ്മ ഒത്തൊരുക്കം എന്നൊക്കെ പറയേണ്ട കാര്യമുണ്ടോ? കേഡർ പാർട്ടിയല്ലേ തീരുമാനിച്ചാൽ പോരെ വി എസിനെ ഞങ്ങൾ സ്ഥാനാർത്ഥിയാക്കിയത് കൂട്ടായ്മയുടെയും ഒത്തൊരുക്കത്തിന്റെയും ഭാഗമാണ്. അങ്ങനെ ആവശ്യം വരുന്നില്ലല്ലോ. ചർച്ച തികച്ചും തെറ്റാണ്. മുഖ്യമന്ത്രിയെയും കണ്ണൂരിലെ സഖാക്കൾ ആഭ്യന്തരമന്ത്രിയെ പോലും തീരുമാനിച്ചിട്ടാണ് നവകേരള യാത്ര തുടങ്ങിയത് തന്നെ. ആ സമയത്ത് ഉണ്ടായിട്ടുള്ള ബോർഡൊക്കെ നമ്മൾ കണ്ടതാണ് കേരളത്തിൽ വെച്ച്. ഇപ്പൊ ഗത്യന്തരമില്ലാതെ നവകേരള യാത്ര നയിച്ച ആളായിരിക്കില്ല എന്ന് അഖിലേന്ത്യാ സെക്രട്ടറി പ്രഖ്യാപിച്ച് വി എസിനെ തന്നെ ഇറക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എന്ന് പറഞ്ഞാൽ ഈ 2 പാർട്ടിക്കും ശുഭപ്രതീക്ഷ ഇല്ല എന്നുള്ള ഒരു സ്ഥലത്തേക്കാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് എന്നാണ് ഇപ്പൊ കേരളത്തിലെ രാഷ്ട്രീയ കാലാവസ്ഥ സൂചിപ്പിക്കുന്നത്. അടുത്ത കാലത്ത് ഒരു നിരീക്ഷകൻ കണ്ടതുപോലെ ഇതൊരു ഇരട്ടക്കുഴൽ പ്രയോഗമാണെങ്കിലോ വി എസ് അച്യുതാനന്ദനും പിണറായി വിജയനും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ഇരട്ട പ്രഹരം ഏൽപ്പിക്കാനാണെങ്കിലോ ബി ജെ പിക്കും കോൺഗ്രസിനും അങ്ങനെയും കണ്ടുകൂടെ ഇലക്ഷൻ സ്ട്രാറ്റജിയായി? അങ്ങനെ ഉണ്ടാവില്ലല്ലോ, നമ്മൾ അരുവിക്കരയിൽ കണ്ടതാണല്ലോ അത്. ചർച്ചയുടെ അവസാനത്തിലേക്ക് എത്തുമ്പോൾ ഫർമിസ് നോക്കൂ, ഈ സംഘടനാ പ്രവർത്തനത്തിന്റെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ട് അല്ലെങ്കിൽ ഒരു തുടർച്ചയായും നമുക്ക് പാർലമെന്ററി പ്രവർത്തനത്തെ കാണാൻ പറ്റുമോ? അതാണ് CPM ലൈൻ. അതായത് നിങ്ങൾ സംഘടനാ പ്രവർത്തനവും പാർലമെന്ററി പ്രവർത്തനവും രണ്ടല്ല. പക്ഷേ കോൺഗ്രസിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല. അതൊരു സ്ഥാനമാണ്, അതൊരു അധികാരത്തിന്റെ സ്ഥാനമായിട്ട് അവരതിനെ കണക്കാക്കുകയും ചെയ്യും. പാർലമെന്ററി പ്രവർത്തനം ജനസേവനവുമായി നേർക്കുനേരെ ജനങ്ങളുടെ പ്രതിനിധിയായി എത്തുന്ന ഒരു മേഖലയാണ്. ആ മേഖലയിലേക്ക് ആരെ കൊടുക്കണമെന്നുള്ളത് അവരുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ പ്രൊഫൈൽ കൂടി പരിശോധിച്ചിട്ട് പരിഗണിക്കപ്പെടേണ്ടതാണ്. നേരത്തെ സൂചിപ്പിച്ച മൻമോഹൻ സിംഗിനെ പോലുള്ള രാഷ്ട്രീയ രംഗത്ത് യാതൊരുവിധ ജനങ്ങളുടെ വികാരമറിയാത്ത ആളുകളെ ഡയറക്റ്റ് ഇറക്കുമതി ചെയ്തതിന്റെ ദുരിതഫലമാണ് നമ്മൾ 10 വർഷം അനുഭവിച്ചത്. ആ ദുരിതഫലത്തിൽ നിന്ന് മുതലെടുത്തിട്ടാണ് സജീവന്റെ പാർട്ടി അധികാരത്തിൽ വരുന്നത്. അല്ലാണ്ട് BJP അനുകൂലമായ ഒരു രാഷ്ട്രീയ നിലപാട് ഇന്ത്യയിൽ ഉണ്ടായിട്ടൊന്നല്ല. ഞാൻ പറയുന്നത് ഈ ചർച്ചയിൽ നേരത്തെ പറഞ്ഞ വിഷയത്തിൽ ഒരു കൂട്ടിച്ചേർക്കലും കൂടിയുണ്ട്. നമ്മൾ ചർച്ച ചെയ്യുന്നതിന്റെ പ്രധാനപ്പെട്ട ആംഗിൾ മണ്ഡലങ്ങൾ നാട്ടുരാജ്യമാവുന്നുള്ളതാണ്. അപ്പോൾ ആ ചർച്ചയുടെ ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ വെറും ജനപ്രതിനിധികൾ MLA-മാർ മാത്രമായിട്ടുള്ള അധികാര കേന്ദ്രങ്ങളെയും അതുപോലെ തന്നെ മൊത്തം മന്ത്രിമാർ കൂടിയായിട്ട് അവർ മാറുകയാണ്. അപ്പോൾ മന്ത്രിമാരായി മാറുന്ന മണ്ഡല MLA-മാരെയും 2 തരത്തിൽ തന്നെ ചർച്ച ചെയ്യണം. ഇപ്പോൾ ഉമ്മൻചാണ്ടി പുതുപ്പള്ളിയിലെ MLA ആണ്, അതോടൊപ്പം തന്നെ പുതുപ്പള്ളിയിലെ ഒരു മന്ത്രിയല്ല, കേരളത്തിന്റെ മന്ത്രിയാണ്. KM മാണി പാലായിലെ മന്ത്രിയല്ല, കേരളത്തിന്റെ മന്ത്രിയാണ്. അപ്പോൾ സ്വാഭാവികമായും സന്തുലിതമായ ഒരു കാഴ്ചപ്പാട് കേരളത്തോട് വെച്ചു പുലർത്താതെ അവരുടെ ഒരു രാജ്യം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി മണ്ഡലത്തിലേക്ക് കേരളത്തിൽ മുഴുവനായി വിതരണം ചെയ്യപ്പെടേണ്ട വികസന പദ്ധതികളെ കേന്ദ്രീകരിച്ചു കൊണ്ടുപോകുന്ന രീതി യഥാർത്ഥത്തിൽ കേരളത്തിലെ ഖജനാവ് നിരുത്തരവാദിത്തപരമായി ഉപയോഗിക്കുന്നതിന്റെ തെളിവാണ്. അത്തരത്തിലുള്ള ഒരു പ്രവണത അവസാനിപ്പിച്ചിട്ടില്ലെങ്കിൽ ഇതിപ്പോ എല്ലാവർക്കും ചെയ്യാൻ പറ്റുള്ളൂ. കോൺഗ്രസിനും ചെയ്യാം, CPM-നും ചെയ്യാം. ഒരാൾ മന്ത്രി ആയി കഴിഞ്ഞാൽ എല്ലാ പദ്ധതി അവിടത്തേക്ക് കൊണ്ടുവരിക. ഈ രീതി മാറ്റിയിട്ട് മണ്ഡലത്തിൽ MLA-മാർ മണ്ഡലത്തിൽ തന്നെയാണ് കേന്ദ്രീകരിക്കേണ്ടത്. അവിടെ തന്നെ അടിയിരിക്കണം. അവിടത്തേക്ക് കിട്ടാൻ വേണ്ടിയുള്ള എല്ലാ സാധ്യതകളെയും അവർ ഉപയോഗിച്ചുകൊണ്ട് വികസന പദ്ധതികൾ കൊണ്ടുവരണം. പക്ഷെ അവർ മന്ത്രിമാരായി കഴിഞ്ഞാൽ കേരളം എന്ന് പറയുന്ന ഒരു വിശാലമായ കാഴ്ചപ്പാടിലേക്ക് നോക്കാൻ യഥാർത്ഥത്തിൽ പ്രത്യേകിച്ച് കോൺഗ്രസിന്റെയും CPM-ന്റെയും മുൻകാല അനുഭവങ്ങൾക്ക് ചിലർക്കെങ്കിലും സാധിച്ചിട്ടില്ല, വിശേഷ കോൺഗ്രസിന്. നോക്കൂ, കൊടുവള്ളിയിൽ CPM പിന്തുണയ്ക്കാൻ പോകുന്നത് ആരെയാണ് എന്ന ചോദ്യത്തിൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഉണ്ടാവുന്ന സ്വാഭാവികമായൊരു സംശയം, യുവാക്കളുടെ പ്രതിനിധികൾ CPM-ൽ DYFI അടക്കമുള്ള ഇപ്പം ആരതെ പോലെയുള്ള നേതാക്കന്മാരൊക്കെ ഉണ്ടായിരിക്കെ
നിങ്ങൾക്ക് പുറത്തു നിന്നുള്ളവരെ പിന്തുണയ്ക്കുന്ന ഒരു ഇലക്ഷൻ സ്ട്രാറ്റജിയിലേക്ക് പോകേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് CPM-ന്? കൊടുവള്ളി പോലുള്ള മണ്ഡലത്തിന്റെ സവിശേഷ സ്വഭാവം പരിഗണിച്ചിട്ടൊക്കെയാണ്. ഇടതുപക്ഷത്തിന് മേൽക്കൈയുള്ള ഒരു മണ്ഡലമൊന്നും അല്ല കൊടുവള്ളി മണ്ഡലം. പിന്നെ യുവജനത്തിന് പങ്കാളിത്തവും പ്രാതിനിധ്യവും കുറവാണ് എന്നുള്ള അഭിപ്രായം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഉമ്മൻചാണ്ടിക്കെതിരെ മത്സരിക്കാൻ പോലും SFIയുടെ സംസ്ഥാന നേതാവ് വരുന്നു എന്ന് പറയുമ്പോൾ അത് ചെറുതായിട്ടുള്ള കാര്യമൊന്നും അല്ല. ബാലുശ്ശേരി പോലെയുള്ള ഒരു മണ്ഡലം നഷ്ടപ്പെട്ടാൽ നിങ്ങൾ എങ്ങനെ പ്രതികരിക്കും? അത് ലീഗിന് കൊടുക്കേണ്ടി വന്നാൽ? ഐക്യജനാധിപത്യ മുന്നണി കേരളത്തിൽ എടുക്കുന്ന സ്ട്രാറ്റജി അത് ഞങ്ങൾ അംഗീകരിക്കും. 21 വയസ്സിന്റെ വ്യത്യാസം രാഷ്ട്രീയത്തിൽ പ്രകടമാകുന്നത് നിങ്ങൾ കർമ്മഭൂമിയിൽ എത്രത്തോളം കർമ്മോത്സുകരായിരിക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. കണക്കെടുപ്പ് നമുക്ക് നടത്താം. 98ാമത്തെ വയസ്സിൽ VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായോ പ്രതിപക്ഷ നേതാവായോ സജീവമായി ഇരിക്കണമേ എന്ന് തന്നെയാണ് പ്രാർത്ഥന. ഉമ്മൻചാണ്ടിയും BJPയുടെ നേതാക്കളും അങ്ങനെ തന്നെ. ജനസേവനത്തിനും സ്നേഹത്തിനും പരിധി നിശ്ചയിക്കുക സാധ്യമല്ല. വീണ്ടും എത്താം അടുത്തയാഴ്ച. അതുവരെ നന്ദി, നമസ്കാരം.